ഞങ്ങൾ മറക്കത്തേ ഇല്ല. കാരണം ഞങ്ങൾ അവരെ ദൈവത്തിനെ പോലെ സാറിനെ മേഡത്തിനെ എല്ലാം കാണുന്നത്. എന്റെ കുഞ്ഞാണെങ്കിൽ കലം കമത്തി വെച്ച് അതിന്റെ പുറത്തിരുന്നായിരുന്നു. ഞങ്ങൾ ഒരുപാടെടുത്ത് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട് ഒരു വീടിന് വേണ്ടി. ഇതിനകത്ത് നമ്മുടെ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വീടിന്റെ വാർപ്പിന്റെ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചിട്ടുണ്ടെന്ന്, വീട് വേണ്ടാന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. തല ചായ്ക്കാൻ ഒരിടം തേടി അലഞ്ഞ കുടുംബത്തിന് ലൈഫ് പദ്ധതിയും തടസ്സമായപ്പോൾ തണൽ വിരിക്കാൻ സന്മനസ് കാട്ടിയതാകട്ടെ റോട്ടറി ക്ലബ്ബും മറൈൻ ഫോറവും ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റും. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽപ്പെട്ട കുഴിക്കാട് അമീന മൻസിലിൽ അനീസയ്ക്ക് പറയുവാൻ ദുരിതങ്ങൾ ഏറെയുണ്ട്. ഒരു വീട് വേണമെന്ന മോഹവുമായി അനീസ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ച മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല. 2ാം വാർഡിൽ കുഴിക്കാട് എന്ന സ്ഥലത്ത് ഞങ്ങൾ കനാലുകൊണ്ടയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരു വീടേ ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുപാടെടുത്ത് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട് ഒരു വീടിന് വേണ്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ധന്യായിലെ സാറ് ഞങ്ങൾക്ക് ഇവിടെ 2.5 സെന്റ് വസ്തു വാങ്ങിച്ചു തന്നത്. അത് കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്കൊരു കഴിഞ്ഞു പറഞ്ഞാൽ മതിയോ, ഞങ്ങൾക്കൊരു വീട് ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ 6-7 വർഷം വീടില്ലാതെ പഞ്ചായത്തിലൊക്കെ ഒത്തിരി അപേക്ഷ എല്ലാം കൊടുത്തതാ. ഒത്തിരി അപേക്ഷയൊക്കെ കൊടുത്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പേര് മഴയത്ത് ഒരു 2 മാസത്തിന് മുന്നേ ഞാൻ സാറിനെ കണ്ടപ്പോ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു അനീഷ വീടൊക്കെ ആയോന്ന്. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു സാറേ അന്ന് സാറ് വാങ്ങിച്ചെന്ന വസ്തു അതുപോലെ തന്നെ കിടക്കുവോ, ഒരു കൂര പോലും ഒന്നും ആയിട്ടില്ല, കാട് പിടിച്ച് കിടക്കുവന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സാറ് 2.5 സെന്റ് വസ്തു അതുപോലെ കിടക്കുവന്ന്, കഷ്ടം. സാറപ്പൊ ചോദിച്ചു അയ്യോ 2.5 സെന്റ് വസ്തുവിനകത്ത് എന്തോ വീട് വെക്കാനാന്ന്, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. കറക്റ്റ് 2 മാസത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു വീട് വെച്ചു തന്നെ. എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീട്, ഞങ്ങൾക്ക് ഇനി എങ്ങും പോകണ്ട, നല്ലൊരു വീട് വെച്ചു തന്ന്. ഞങ്ങൾ മറക്കത്തേ ഇല്ല. കാരണം ഞങ്ങൾ അവരെ ദൈവത്തിനെ പോലെ സാറിനെ മേഡത്തിനെ എല്ലാം കാണുന്നത്. പ്രഭയാണ് ഇതിന്റെ കോൺട്രാക്ടർ പോലും ഞങ്ങളുടെ വീടിന് വേണ്ടി ഇവിടെ അന്ന് ആ പണിക്കെല്ലാം ഡെയിലി ഇവിടെ വരുമായിരുന്നു. ഞങ്ങൾ വരുന്നതിനെക്കാട്ടിൽ അവരുടെ സ്വന്തം വീട് പോലെ അവരിത് വെച്ച് തന്ന്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ നല്ല സ്നേഹത്തോടെ എനിക്ക് വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്ന്. അത് മൊത്തം അതിനകത്ത് കയറിയാൽ കാണാം, എല്ലാം നല്ല വൃത്തിക്ക് തന്നെ വെച്ച് തന്ന്. നല്ലൊരു വീട് അപേക്ഷിച്ചിരുന്നു. ലൈഫ് മിഷനിലൊക്കെ വന്ന് അംഗൻവാടി ഹെൽപ്പറാണ് ഞാൻ, അതുകൊണ്ടായിരിക്കും തരാത്ത അങ്ങനെ അവര് പറഞ്ഞത്. അംഗൻവാടി ഹെൽപ്പറായിട്ടുള്ളത് കൊണ്ട് ആദ്യം വന്ന് ലൈഫ് മിഷന് ആദ്യം അപേക്ഷ വന്നപ്പോ കൊടുത്തു, പിന്നെ വന്നപ്പോ അതില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കൊടുത്ത് ഈ വീടിന്റെ പണി വാർപ്പ് കഴിഞ്ഞപ്പോ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ട് പറയുക ലൈഫിന്റെ വീട് അനുവദിച്ചു വന്നു, അനീഷയ്ക്ക് ഇനി അത് വേണ്ടല്ലോ, എഴുതി കൊടുക്കണം, വേണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കണമെന്ന് വാർഡ് മെമ്പർ വിളിച്ചു പറഞ്ഞു. കുഴിക്കാടെന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഉൾവനങ്ങൾക്കുള്ളിൽ പെൺമക്കളെ നെഞ്ചോട് ചേർത്ത് ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുമ്പോഴും അനീസയുടെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. അപ്പോഴും അവരുടെ പ്രതീക്ഷകൾക്ക് നാമ്പ് മുളച്ചുകൊണ്ടേയിരുന്നു. മക്കളെ പൊന്നുപോലെ നോക്കണം, പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. അംഗൻവാടിയിലെ ആയപ്പണി ചെയ്തുകൊണ്ട് ഒന്നും നേടാനാകില്ല. എങ്കിലും ദൈവസഹായത്താൽ എന്തെങ്കിലുമൊക്കെ നേടാനാകുമെന്ന വിശ്വാസമാണ് അനീസയെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെയാണ് നീണ്ട 7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അനീസയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതും. 2.5 സെന്റ് ഭൂമിയിൽ അതിമനോഹരമായൊരു വീട് പണിത് നൽകുവാൻ റോട്ടറി ക്ലബിനും മറൈൻ ഫോറത്തിനും ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റിനും കഴിഞ്ഞപ്പോൾ അനീസയ്ക്കും കുടുംബത്തിനും അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീടിന്റെ പണി പൂർത്തീകരിച്ചത്. 3 മാസം കൊണ്ട് പുന്നല KS കൺസ്ട്രക്ഷനാണ് പണി പൂർത്തിയാക്കിയത്. ഇന്നു നടന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജി സുമിത്രൻ, മറൈൻ ഫോറം പ്രസിഡന്റ് ജോജി മാത്യു ജോർജ്, റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുമാ തരകൻ, തോമസ് തരകൻ, ജോർജ് വി പോൾ, സുബി യോഹന്നാൻ, ബാബുരാജ്, വിവേക്, മാമൻ, അജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പറയുകയാണെങ്കിൽ പ്രസിഡന്റ് കാരുണ്യമൂർത്തിയാണ്. കാരുണ്യമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ മുമ്പ് തന്നെ ഹൃദയം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കിഡ്നി കൊടുത്ത് ഒരു കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ആളാണ്. 7 വർഷം മുമ്പാണ് ഞങ്ങളുടെ മറൈൻ ഫോറത്തിന്റെ പ്രവർത്തകർ ഇവിടെ വന്ന് ഇവരുടെ വീട് കാണാനിടയായത്. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, എങ്ങനെയും ഇവർക്കൊരു കുറച്ച് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ മറൈൻ ഫോറത്തിന്റെ കമ്മിറ്റി പറഞ്ഞപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഫണ്ടില്ലായിരുന്ന ഒരു അവസ്ഥയിൽ ഇതെങ്ങനെ ചെയ്യുമെന്നൊരു ആശങ്കയായിരുന്നു. പക്ഷെ എല്ലാം ഒരു ദൈവാനുഗ്രഹം പോലാണ് ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാം. അപ്പൊ ഞങ്ങൾ ഈ ഒരു മുഹൂർത്തത്തില് ഈ ഒരു ഭവനം നമുക്ക് ഹാറൂണിനും അനീസയ്ക്കും കുടുംബത്തിനും
വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ സാധിച്ചതിലുള്ള ഏറെ ചാരിതാർത്ഥ്യം എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും ഞാൻ അറിയിക്കട്ടെ. അധികാരവർഗങ്ങൾ അർഹതപ്പെട്ടവരെ അകറ്റി നിർത്തുന്നുവെന്ന ആക്ഷേപങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് അനീസയുടെ ദുരിതകഥ വിളിച്ചു പറയുന്നതും. അപ്പോഴും ആരും പെരുവഴിയിലാകരുതെന്ന ഉത്തമ ബോധ്യം തന്നെയാണ് സമൂഹത്തിൽ ഈ സംഘടനകളുടെ കരുത്തും കരുതലുമാകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.